പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുക്കുന്നത്. പബ്ലിക്കിന് വേണ്ടിയിട്ട് എത്ര ഫിനാൻസാണ് ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഫിസ്ക്കൽ ഫങ്ഷൻസ് എന്നാണ് പറയുക. ഗവൺമെൻറ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട്, ആളുകളുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ, ആളുകളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ എലോക്കേഷൻ ഫങ്ഷൻ ഉണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഉണ്ട്, പിന്നെ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ എലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മൈക്രോ ലെവൽ ഫങ്ഷനാണ്. റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അതും എന്താണ് മൈക്രോ ലെവൽ ഫങ്ഷനാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ. നമുക്ക് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. ദർ ആർ 4 ടൈപ്സ് ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് പ്രൊവിഷൻസ് ആർ ടു ബി മെയ്ഡ് ഫോർ ദി എക്കണോമിക് ഗ്രോത്ത്. അല്ലേ, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ്, ഏത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണോ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണോ ഉപയോഗിക്കേണ്ടത്, അത് ആർക്ക് വേണ്ടി, ഏത് സെക്ഷൻ ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടാണ്, ഇനി എന്ത് പ്രൊവിഷനാണ് ഇപ്പോൾ ഞാൻ എക്സ്പെൻഡിച്ചർ മൊത്തം നടത്താതെ കുറച്ച് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ രീതിയിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കാം മണി. എന്നിട്ട് ആ സേവ് ചെയ്ത മണി ഫ്യൂച്ചറിൽ ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് ക്യാപിറ്റൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, സേവ് ചെയ്ത മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണല്ലേ ഈ പ്രൊവിഷൻസ് ആർ ടു ബി മെയ്ഡ് ഫോർ എക്കണോമിക് ഗ്രോത്തിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ദ മോഡേൺ സൊസൈറ്റി ഇൻ ജനറൽ ഓഫേഴ്സ് 3 ഓൾട്ടർനേറ്റീവ് എക്കണോമിക് സിസ്റ്റംസ്, നെയിംലി ദ മാർക്കറ്റ്, ദ ഗവൺമെൻറ് ആൻഡ് എ മിക്സ്ഡ് സിസ്റ്റം. അല്ലേ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സോഷ്യലിസം, മിക്സ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേർ ബോത്ത് മാർക്കറ്റ്സ് ആൻഡ് ഗവൺമെൻറ് സൈമൾട്ടാനിയസ്ലി ഡിറ്റർമൈൻ ദ റിസോഴ്സ് അലോക്കേഷൻ. അല്ലേ, റോൾ ഓഫ് ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ റോള് അല്ലെങ്കിൽ ചുമതല ഓഫ് ഗവൺമെൻറ് നമുക്ക് നോക്കാം. റിച്ചാർഡ് മസ്ഗ്രേവ് പറയുന്നുണ്ട് ഇൻ ഹിസ് ക്ലാസിക് വർക്കിൽ പറയുന്നുണ്ട് തിയറി ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വർക്ക് 1959 2 9 വരുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ്ലി 2 9 വരുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് ദ 3 ബ്രാഞ്ച് ടാക്സോണോമി ഓഫ് ദ റോൾ ഓഫ് ദ ഗവൺമെൻറ് ഇൻ എ മാർക്കറ്റ് എക്കോണമി. ഇപ്പോൾ റോൾ ഓഫ് ദ ഗവൺമെൻറ് എങ്ങനെയായിരിക്കുമെന്ന് റിച്ചാർഡ് മസ്ഗ്രേവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഫിനാൻസ്, തിയറി ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 1959 ഇറക്കിയ ബുക്കിൽ. ഒന്നാണ് മൂന്ന് രീതിയിലാണ് റോള് പറയുന്നത്. ഒന്ന് ദ അലോക്കേഷൻ റോളാണ്, എയിംസ് ടു കറക്റ്റ് ദ സോഴ്സസ് ഓഫ് ഇൻഎഫിഷ്യൻസി ഇൻ ദ എക്കണോമിക് സിസ്റ്റം. എലോക്കേഷൻ റോള് വഴി ഗവൺമെൻറ് എന്തൊക്കെ ഇൻഎഫിഷ്യൻസീസ് ആണ് ഒരു എക്കണോമിക് സിസ്റ്റത്തിലുള്ളത് അത് കറക്റ്റ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. ലൈക്ക് പബ്ലിക് ഗുഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും പ്രൈവറ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പബ്ലിക് ഗുഡ്സ് ഒക്കെ എഫിഷ്യൻ്റായിട്ട് കളക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഈ പബ്ലിക് ഗുഡ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഗവൺമെൻറ് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സംടൈംസ് ഈ മാർക്കറ്റ് മേ ഫെയിൽ ടു പ്രൊഡ്യൂസ് എ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറിറ്റ് ഗുഡ്സ്. അത്യാവശ്യമായിട്ടുള്ള ഗുഡ്സിൻ്റെ റൈറ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അത് ഗവൺമെൻറ് എന്താണ് മെറിറ്റ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ഇവിടെ ഇൻഎഫിഷ്യൻസി അല്ല, റൈറ്റ് ആയിട്ടുള്ള മെറിറ്റ് ഗുഡ്സ് അത്യാവശ്യത്തിനുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ ഇവിടെ. അപ്പോൾ റൈറ്റ് ക്വാണ്ടിറ്റി ഇല്ല അല്ലേ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ഹോസ്പിറ്റൽസും സ്കൂൾസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരിലേക്കും റൈറ്റ് ആയിട്ടുള്ള ഈ മെറിറ്റ് ഗുഡിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ച് കൊടുക്കും. എക്സ്റ്റേണാലിറ്റീസ് എന്നൊക്കെ പറയുന്ന ഈ പ്രൊഡക്ഷൻ കൺസംഷനും വഴി വരുന്ന ഈ പൊല്യൂഷൻ കാര്യങ്ങളുണ്ടാവുമല്ലോ, തേർഡ് പാർട്ടിക്ക് വരുന്ന എഫക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ കൺട്രോൾ ചെയ്യുക ആരാണ്, ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒന്നിച്ചിട്ട് ഈ മെറിറ്റ് ഗുഡ്സ് ഉണ്ടാവില്ല, മെറിറ്റ് ഗുഡ്സ് വിച്ച് ആർ ഗ്രേറ്റ്ലി ബെനിഫിഷ്യൽ ടു ദ സൊസൈറ്റി ആർ ബൈ ആൻഡ് ലാർജ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഈ ഗവൺമെൻറ് ആക്ട് ആസ് എ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, റാദർ തന്നെ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ദ മാർക്കറ്റ് സിസ്റ്റം ഇൻ ആൻ എക്കോണമി. ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഒപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഗവൺമെൻറ് മാർക്കറ്റിൻ്റെ ഒപ്പമാണ് ഇത് ചെയ്യുന്നത്. റിസോഴ്സ് അലോക്കേഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഈ ഡയറക്റ്റ്ലി ഗവൺമെൻറ് എക്കണോമിക് ഗുഡ്സ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇന്ത്യൻ റെയിൽവേയിലൊക്കെ അങ്ങനെയാണല്ലോ, 100% ഗവൺമെൻറ് ആണ്. പോസ്റ്റൽ സർവീസ് ആയാലും ഒക്കെ ഗവൺമെൻറ് ആണ്. പിന്നെ ചില സമയത്ത് ഈ പ്രൈസ് മെക്കാനിസംസ് ഉണ്ടാവുമല്ലോ, ഭയങ്കര ഇൻഫ്ലേഷനിലോ ഡിഫ്ലേഷനിലോ ഒക്കെ ആണെങ്കിൽ പ്രൈസ് മെക്കാനിസംസ് ആയിട്ടുള്ള ഡിമാൻഡിനെയും സപ്ലൈനെയും ഗവൺമെൻറ്റിന് ടാക്സും സബ്സിഡിയും ഒക്കെ ഉള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ഭരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ റോൾ എന്ന് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തും. അവിടെ ഉപയോഗിക്കുന്ന വേർഡാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. തുല്യമായ രീതിയിൽ എല്ലാവരുടെ കയ്യിലും പൈസ വേണം. റിച്ച് പീപ്പിളും പുവർ പീപ്പിളും തമ്മിലുള്ള ഇൻകം ഡിസ്റ്റൻസ് കുറയ്ക്കണം എന്നുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടി തന്നെ ഗവൺമെൻറ് പ്രൊവൈഡിങ് സെക്യൂരിറ്റി ഇൻ ടേംസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമൊക്കെ ഉണ്ടല്ലോ ഫോർ പീപ്പിൾ ഹു ഹാവ് ഹാർഡ്ഷിപ്സ് ആൻഡ് എൻഷുറിങ് ദാറ്റ് എവറി വൺ എൻജോയ്സ് എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. എല്ലാവരും ജീവിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് ഈ റേഷൻ റൈസൊക്കെ കൊടുക്കുന്നതും എംപ്ലോയ്മെൻറ്റ് ആക്ട് ഒക്കെ കൊടുക്കുന്നതും പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഫാമേഴ്സിന് കൊടുക്കുന്നതും പിന്നെ ബാക്ക്വേർഡ് റീജിയനിലൊക്കെ വൾണറബിൾ സെക്ഷൻസിനൊക്കെ ഇൻഡസ്ട്രി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തും ഈ എംപ്ലോയ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിനൊക്കെ കൺസെഷൻ രീതിയിലുള്ള ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നു വാക്ക് കൊടുത്തിട്ട് ബാക്ക്വേർഡ് റീജിയനിലൊക്കെ ഇങ്ങനെ ഈ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാൻ ഗവൺമെൻറ് നല്ലോണം എൻകറേജ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ വെക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷനിലാണ് ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ ഉള്ളത്. മെയിനായിട്ട് പറഞ്ഞാൽ പൈസ ഉള്ളവരിൽ നിന്ന് പൈസ എടുത്തിട്ട് പൈസ ഇല്ലാത്തവരിലേക്ക് നിറയ്ക്കുക. അപ്പോൾ അതെങ്ങനെ ഗവൺമെൻറ് ചെയ്യാമെന്നറിയോ? പൈസ ഉള്ളവരിൽ നിന്ന് ഹൈ ടാക്സ് മേടിച്ചിട്ട് പൈസ ഇല്ലാത്തവരിലേക്ക് ആ ടാക്സ് ഒക്കെ ഗവൺമെൻറ് എടുത്തിട്ട് സബ്സിഡി വഴി അത് എല്ലാവർക്കും എത്തിക്കും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അടുത്താണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. പ്രൈസിനൊക്കെ സ്ഥിരത കൊടുക്കുക, അതൊക്കെ മോണിറ്ററിങ് ഫിസ്ക്കൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ് വഴിയാണ് അത് കൊടുക്കുക. പിന്നെ പ്രോബ്ലംസ് ഓഫ് ഈ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി, മെയിൻ്റനൻസ് ഓഫ് ഹൈ ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി ഒക്കെ വരുത്താനാണ് ഈ സ്റ്റെബിലൈസേഷൻ മെഷർ അല്ലെങ്കിൽ റോൾ ഉള്ളത്.